ഹലോ ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കിയോ? എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 115 വരുന്ന എയും ബിയും പ്രോബ്ലംസ് ചെയ്തിരുന്നു അല്ലേ? ലാസ്റ്റ് നമ്മൾ അവിടെയാണ് നിർത്തിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത രണ്ടെണ്ണം വരച്ച് നോക്കാം. ഇതുകൂടാതെ ഇനി ഇതിൽ ഒരു സബ് ക്വസ്റ്റനും കൂടെ വരുന്നുണ്ട്, അത് നമുക്കിത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ലാസ്റ്റ് എക്സസൈസാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളിലെ പ്രോബ്ലംസൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആംഗിളിൻ്റെ ബൈസെക്ടറൊക്കെ വെച്ചിട്ട് വരയ്ക്കാനായിട്ട് ചോദിക്കും. കേട്ടല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യൂസ് ഓൺലി റൂളർ ആൻഡ് കോമ്പസ് ടു ഡ്രോ ദ ഫോളോയിങ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 45ഉം 135ഉം വരച്ചു. ഓൺലി റൂളർ ആൻഡ് കോമ്പസ് യൂസ് ചെയ്തിട്ട്, നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ നമ്മുടെ സ്കെയിലും അതുപോലെ കോമ്പസും വെച്ച് മാത്രമാണ് നമ്മൾ ആ ആംഗിൾസ് വരച്ചത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് 75 വരയ്ക്കണം, 15ഉം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ 75 എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ റൂളറും കോമ്പസും ഇല്ലാതെ എങ്ങനെ നമുക്ക് 75 വരയ്ക്കാം? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോക്കിയേ, ഈ 75 വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു 90 ഡിഗ്രി വരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് റഫായിട്ട് ഇവിടെ പറഞ്ഞു തരാം ആദ്യം എങ്ങനെ വരയ്ക്കേണ്ടതെന്ന്. ആദ്യം ഞാൻ ഒരു ലൈൻ നമ്മൾ വരച്ച് അതിൻ്റെ കറക്റ്റ് എന്ത് വരയ്ക്കുക, പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പോൾ ഈ 90 ഡിഗ്രി വരച്ചിട്ട് അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. ഇതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ ഇത് എത്രയായിരിക്കും? ഇത് 45 ആയിരിക്കും, ഇതും 45 ആയിരിക്കും. ഓക്കെ, ഇത് റഫ് ഫിഗറാണ് കേട്ടോ. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വരയ്ക്കാം. ഇനി അപ്പോൾ നമുക്ക് 90 കിട്ടി, അതിനെ ഞാൻ ബൈസെക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓരോ ആംഗിൾസും 45 വീതം കിട്ടി. ഇനി നമുക്കറിയാം ഈ 45ൻ്റെ കൂടെ ഒരു 13 കൂടെ കിട്ടിയാൽ അത് എത്രയായി? 45 ഡിഗ്രിയുടെ കൂടെ 30 ഡിഗ്രി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 75 ഡിഗ്രി കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ ഈ 30 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 30 കിട്ടാനായിട്ട് നമുക്ക് ഈ സൈഡിലുണ്ടല്ലോ, ഈ സൈഡിലൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ട്, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ളൊരു ട്രയാങ്കിളാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അതിൻ്റെ ഈ ഓരോ ആംഗിൾസും എത്രയായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും അല്ലേ? അതായത് ഇതാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിളെങ്കിൽ ഇതിൻ്റെ ഓരോ ആംഗിൾസും 60 ആയിരിക്കില്ലേ? കാരണം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 ആണ് അല്ലേ? അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിളും ഈക്വലാണ്, എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ ഓരോ ആംഗിൾസും നമുക്ക് 60 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്തായി? 60 ഡിഗ്രി ആയി അല്ലേ? അപ്പോൾ ഈ ആംഗിൾ 60 ആയി എന്ന് പറഞ്ഞു. ഇനി നോക്കി നിങ്ങൾ, ഈ സൈഡിലെ മൊത്തം ആംഗിൾ എത്രയായിരുന്നു? ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 90 ഉണ്ടായിരുന്നല്ലോ. അതായത് നമ്മൾ ഇങ്ങനെയല്ലേ വരച്ചിരിക്കുന്നത്, അതിൽ ഈ 90യുടെയാണ് നമ്മൾ ബൈസെക്ടർ വരച്ചത് അല്ലേ? ഇവിടുത്തെ ഈ മൊത്തം 90യിലാണ് നമ്മളിപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ട് ഇങ്ങനെ വരച്ചെടുത്തത് അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് എന്തായി പോയിണ്ടാവും? 60 ഡിഗ്രി ആയി പോയിണ്ടാവും. ബാക്കി ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കില്ലേ അല്ലേ? അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഈ 60 ഡിഗ്രി ആയി ഈ ആംഗിൾ. ബാക്കി ഈ 90യുടെയും ഈ 60യുടെ ഇടയിൽ ഒരു 30 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നോക്കിയേ, നിങ്ങൾ ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ആംഗിളായില്ലേ ഇത് രണ്ടും? ഈ 30 ഈ 45ഉം. ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ, അതായത് ഈ ലൈനിൻ്റെ, അതായത് നമ്മുടെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡിൻ്റെ ഈ പോയിൻ്റ് തൊട്ട് നമ്മുടെ ഈ ബൈസെക്ടർ ഉണ്ടല്ലോ, 90യുടെ ബൈസെക്ടർ, അതിൽ വരുന്ന ഈ 45 അവിടം വരെ, അതായത് ഈ 30 ഈ 45ഉം കൂട്ടിയ ആംഗിൾ, അതാണ് നമ്മുടെ എന്ത്? 75 ഡിഗ്രി. അപ്പോൾ നമുക്കത് ഇപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ ഒന്നും യൂസ് ചെയ്തില്ല, ഓൺലി നമ്മൾ എന്തേ ചെയ്തുള്ളൂ? സ്കെയിലും റൂളറേ ഇവിടെ ആവശ്യമായിട്ട് വന്നുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഒന്നും കൂടെ കറക്റ്റ് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിക്കുക എങ്ങനെയാണ് അത് കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലൈൻ വരച്ചെടുക്കാം. ആദ്യം ഒരു ലൈൻ വരയ്ക്കാം. അതിൻ്റെ മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, ലൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ വരയ്ക്കാം കേട്ടോ. ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഇതിൻ്റെ നടുക്കിലായിട്ട് തന്നെ, അപ്പോൾ ഞാനിതൊരു
9 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. 9ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4.5 അല്ലേ? അപ്പോൾ 4.5ൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഓക്കെ ഓക്കെ ഇങ്ങനെ വരച്ചല്ലോ. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇനി ഈ 90 ഡിഗ്രിയുടെ ബൈസെക്ടർ വരയ്ക്കാം. ഈ 90 ഡിഗ്രിയുടെ ബൈസെക്ടർ ഇങ്ങനെ വരയ്ക്കാം. ബൈസെക്ടർ വരയ്ക്കാനൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? പകുതിയൊക്കെ കുറവെടുത്താൽ മതി. ഇവിടേക്കും ഈ ആമിലേക്കും ഒരു പോയിൻ്റ് കൊടുക്കുക. അതേ ഡിസ്റ്റൻസ് തന്നെ എടുത്തിട്ട് ഇങ്ങോട്ടും കൊടുക്കുക. ഇനി ഇവിടുന്ന് ഇവിടേക്ക് വരയ്ക്കുന്ന 2 ആർക്കുണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് നമുക്ക് കുറച്ച് മാറ്റിയാലും കുഴപ്പമില്ല. നമുക്ക് ചിലപ്പോൾ ഇവിടെ അടുപ്പിച്ച് വരുമ്പോൾ ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആവും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ലെങ്ത്ത് കുറച്ചും കൂടെ നീട്ടി വരയ്ക്കാം. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്നും അവിടെ നിന്നും ആ ലെങ്ത്ത് തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിത് കുറച്ച് കോമ്പസ് ഇത്തിരി വലുതാക്കിയിട്ടുണ്ട് ലെങ്ത്ത്. എന്നിട്ട് ഈ പോയിന്റിൽ കുത്തിയിട്ട് നമുക്ക് പുതിയത് കിട്ടിയ പോയിൻറ്റും ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടും അല്ലേ? ആ ആർക്ക് കൂട്ടിമുട്ടുന്ന സ്ഥലം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ആ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്നു. അതായത് നമ്മുടെ ഈ പുതിയ കിട്ടിയ പോയിൻറ്റും നമ്മുടെ ഈ വെർട്ടെക്സും ഈ O എന്ന് പറയുന്ന പോയിൻറ്റും. ഇനി അപ്പോൾ നമുക്കിത് ബൈസെക്ടർ കിട്ടി അല്ലേ? അപ്പോൾ ഈ 90യുടെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 45 അല്ലേ? അപ്പോൾ ഇതും നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ ഇവിടെ മുതൽ ഇവിടം വരെയും നമുക്ക് എന്ത് കിട്ടി? 45 ഡിഗ്രി കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഈ 90നെ ബൈസെക്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ സൈഡിൽ നമ്മളൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് നിങ്ങൾ കോമ്പസിൽ സെയിം ലെങ്ത് തന്നെ എടുത്ത് വരയ്ക്കുക. അതായത് നമ്മൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മളിതിന് മുമ്പ് വരച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ 3 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ നമ്മൾ കോമ്പസിൽ 3ഓ 2ഓ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതന്നെ എല്ലാ സൈഡിലേക്കും വരയ്ക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ 3 സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ വെർട്ടെക്സിൽ നടുക്കിലത്തെ പോയിന്റിൽ കുത്തിയിട്ട് ഈ ഇപ്പുറത്തെ സൈഡിലെ ഈ ലൈൻ ഉണ്ടല്ലോ അതിലേക്ക് ഒരു ആർക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു പോയിന്റ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി ഈ 2 പോയിന്റുകളിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ട്രയാങ്കിളിൻ്റെ 3ാമത്തെ സൈഡ് അത് ഈ ഡിസ്റ്റൻസ് തന്നെ 3 സെൻറ്റിമീറ്റർ തന്നെ. ഈ 3 സെൻറ്റിമീറ്റർ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. അതായത് മുകളിലേക്ക് ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഈ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. മനസ്സിലായല്ലോ? അതായത് ഈ പോയിന്റിൽ നിന്നും 2 ആർക്കുകൾ വരച്ചെടുത്തു. ഇനി ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ അത് നമ്മൾ എന്ത് ചെയ്യുക? ഈ പോയിൻറ്റ്സായിട്ട് യോജിപ്പിക്കാം. ഈ പോയിന്റിൽ നിന്നും അല്ലേ നമ്മൾ ഒരെണ്ണം വരച്ചത് ഈ പോയിന്റിൽ നിന്നും അല്ലേ? ഈ പോയിന്റിൽ നിന്നും വരച്ചു. ആ 2 പോയിന്റുകൾ, അതായത് ഈ പോയിന്റ് നമ്മൾ യോജിപ്പിച്ചു, ഈ പോയിന്റ് യോജിപ്പിച്ചു. ഇപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആയിരിക്കും, അതുപോലെ ഇതും 60 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് മൊത്തം എത്ര ഡിഗ്രി ആയിരുന്നു? അതായത് ഇത് ടോട്ടലി ഈ ലെഫ്റ്റ് സൈഡ് 90 ആയിരുന്നല്ലോ അല്ലേ? ഈ 90ൽ നിന്ന് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആംഗിൾ 60 ആണ് അല്ലേ? അപ്പോൾ ഈ ബാക്കി ഈ വരുന്ന ഈ കുഞ്ഞിടയിൽ കിടക്കുന്ന ആംഗിളില്ലേ അത് എത്രയായിരിക്കും? അത് 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? മനസ്സിലായല്ലോ? അത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടം തൊട്ട് ഈ 30 ഡിഗ്രി ഇവിടെ നിന്ന് ഇവിടം വരെ 30, പിന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണ്? 45 അല്ലേ? അപ്പോൾ ആ 2ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള 75 ഡിഗ്രി ആയി. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഈ 30 ഈ 45. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 75 അല്ലേ? അപ്പോൾ നമ്മൾ 75 ഡിഗ്രി വരച്ചെടുത്തു. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ കറക്റ്റ് നടുക്കിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് അതിനെ 90 ഡിഗ്രി ആക്കി. ഒരു സൈഡിലെ 90യുടെ ബൈസെക്ടർ വരച്ചു. അപ്പോൾ അത് 45 ആയി. പിന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മളൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. അത് സെയിം ഒരു 3 സെൻറ്റിമീറ്റർ എടുത്ത് ഇങ്ങോട്ട് നമ്മൾ ഒരു ആർക്ക് ഒരു പോയിൻ്റ് ഇട്ടു. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും ഈ നടുക്കത്തെ പോയിന്റിൽ നിന്നും മുകളിലേക്ക് അതേ 3 സെൻറ്റിമീറ്ററിൽ തന്നെ ഇട്ടു. കാരണം ഒരേ ലെങ്ത്തിൽ വരയ്ക്കണം, അപ്പോഴേ നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 60 കിട്ടി, ഇത് 60 കിട്ടി, ഇത് 60 കിട്ടി അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ 2 ആംഗിളും കൂടിയതാണ് 90 ഡിഗ്രി. അതിലൊരു കഷ്ണം 60 ഡിഗ്രി ആയി പോയി ഈ ട്രയാങ്കിളിലെ. ബാക്കി ഇടയിൽ കിടക്കുന്ന ആംഗിൾ എന്തായിരിക്കും?
30 ആയിരിക്കും. കാരണം 30 + 60 ആണ് 90. അപ്പോൾ ഈ 30 നമുക്ക് ഈ ഒരു ഭാഗം കിട്ടി. പിന്നെ ഇവിടെ ഓൾറെഡി നമ്മളിവിടെ 45 നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ 30 പിന്നെ ഈ 45ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, മൊത്തം ടോട്ടലി നമുക്ക് ആവശ്യമുള്ള എന്ത് കിട്ടി, 75 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 75 ഡിഗ്രി വരച്ചെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ ഒന്നും യൂസ് ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്തുള്ളൂ, നമ്മുടെ റൂളറും കോമ്പസും മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വരണം. എപ്പോഴും നിങ്ങൾ ഈ ഡിഗ്രീസ് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു അളവേ നമുക്കിവിടെ തരുള്ളൂ, അതായത് പ്രൊട്രാക്ടർ ഇല്ലാതെ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് അതിലുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു പോയിൻറ്റ്. ഓക്കെ. അപ്പോൾ അതായത് ഇവിടെ ഒരു ബൈസെക്ടർ വെച്ചാൽ 45 കിട്ടും, അതിനൊരു 30 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 75 കിട്ടും. ആ ഒരു 30 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് 60ന്ന് ഒരു 90 നിന്നൊരു 60 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 90ൽ നിന്നൊരു 60 മൈനസ് ചെയ്താൽ നമുക്ക് 30 കിട്ടുമെന്ന് മനസ്സിലാവും. പക്ഷേ 90ന്ന് 60, ഈ 60 എങ്ങനെ കിട്ടും എന്നുള്ളൊരു ഐഡിയ ഇവിടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമുക്കൊരു 60 കിട്ടും എന്നുള്ളൊരു ഐഡിയ നിങ്ങളവിടെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വരച്ച് തന്നെ നോക്കണം കേട്ടോ. വരച്ച് നോക്കിയാലേ നിങ്ങൾക്കത് തറവായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. അടുത്ത് നമ്മളോട് വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്നത് 15 ഡിഗ്രിയാണ്. 15 ഡിഗ്രി എങ്ങനെ വരയ്ക്കും? അപ്പോൾ നമുക്ക് നോക്കിയേ, 15 ഡിഗ്രി നമുക്ക് കോമ്പസും റൂളറും മാത്രം വെച്ചാണ് വരയ്ക്കേണ്ടത്. അപ്പം നമുക്കൊരു ഐഡിയ ചെയ്യാം അല്ലേ. ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് 15 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വരയ്ക്കാനായിട്ട് പെട്ടെന്ന് തോന്നുന്നത്? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ട് അല്ലേ, നമുക്ക് എന്ത് വേണം, 30 വേണം. 30യുടെ ബൈസെക്ടർ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 15 കിട്ടും അല്ലേ. അപ്പോൾ 30 എന്ന് പറയുന്നത് ആരുടെ ബൈസെക്ടർ വരച്ചാൽ കിട്ടും, 60യുടെ ബൈസെക്ടർ വരച്ചാൽ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 60യുടെ ബൈസെക്ടർ വരയ്ക്കുക, പിന്നെ അപ്പോൾ നമുക്ക് അതിൻ്റെ 30 ആംഗിൾ കിട്ടും, അതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ 15 ഡിഗ്രി കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 60 കിട്ടാൻ നമ്മളൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചാൽ മതി എന്ന്. അപ്പോൾ നമ്മളൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇത് റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഇത് നമുക്ക് 60 ഡിഗ്രി, എല്ലാം 60 ഡിഗ്രി കിട്ടും അല്ലേ. ഓക്കെ. ഇതും 60. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ 60 എടുക്കുക. ഈ 60 എടുത്തിട്ട് അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. എന്നുവെച്ചാൽ ഈ ആമിൻ്റെയും ഈ ആമിൻ്റെയും ഇതുപോലെ ഇങ്ങനെ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൂട്ടിമുട്ടുമ്പോൾ ഇതിൻ്റെ ബൈസെക്ടർ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 30 ഡിഗ്രി കിട്ടും അല്ലേ. ഒരെണ്ണം ഒരു കഷ്ണം 30 ആയി. ഇനി ഈ 30യുടെ ബൈസെക്ടർ, അതായത് ഈ ആമിൻ്റെയും വെച്ചിട്ട് ബൈസെക്ടർ ഇവിടെ നിന്ന് വരച്ചാൽ അതിൻ്റെയും പകുതി കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം 30ൻ്റെയും പകുതി അത് എത്രയായിട്ടുണ്ടാവും, 15 ഡിഗ്രി ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഞാൻ അത് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മളൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമുക്കതുമേ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചെടുക്കാം. ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതുമ്പോൾ നമുക്കൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്, സെയിം ഡിസ്റ്റൻസ് എടുക്കുക എന്നിട്ട് വരയ്ക്കുക. അതായത് 3 സൈഡും ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാം. കാരണം ഇത്തിരി വലുതായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടെ ഇതായിരിക്കും. അതായത് ഈ പോയിൻറ്റിൽ നിന്ന്, ഇതല്ലേ നമ്മുടെ ഒരു പോയിൻറ്റ് നിങ്ങൾ എടുക്കുക, അതായത് നിങ്ങൾ വരച്ചേണ്ട പോയിൻറ്റ്, ആ പോയിൻറ്റിൽ കുത്തിയിട്ട് ഈ സൈഡിലേക്ക് ഒരു 4 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പോയിൻറ്റുകളിൽ നിന്ന് മുകളിലേക്ക് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടും 4, ഈ പോയിൻറ്റിൽ നിന്ന് പുതിയത് കിട്ടിയ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റ്, അതിൽ നിന്നും 4. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഈ പോയിൻറ്റിൽ കൂട്ടിമുട്ടും അല്ലേ. ഇനി നമ്മൾ ആ പോയിൻറ്റ്സ് തമ്മിൽ യോജിപ്പിക്കാം. അതായത് ഈ പോയിൻറ്റുകളും അതുപോലെ ഈ പോയിൻറ്റ്സും. ഓക്കെ. അപ്പോൾ ഇത് യോജിച്ച് നോക്കൂ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി അല്ലേ. അതായത് ഇതും 4 സെൻറ്റിമീറ്ററാണ് നമ്മളെടുത്തത്, ഇതും 4 സെൻറ്റിമീറ്റർ, ഇതും 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു ആംഗിൾ എനിക്ക് എന്ത് കിട്ടി, 60. എല്ലാ ആംഗിളും 60 ആയിരിക്കും. നമ്മളിപ്പോൾ ഇതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാനാണെങ്കിൽ ഇത് മാത്രം മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. ഏതിൻ്റെയാണ്, ഈ 60യുടെ. അപ്പോൾ ഇതല്ലേ ഇതിൻ്റെ ആംസ് വരിക. അപ്പോൾ ABC എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ AC അതുപോലെ തന്നെ AB അല്ലേ. AC അതുപോലെ തന്നെ എന്താ വരിക, കാണാമല്ലേ നിങ്ങൾക്ക്, AC ആൻഡ് ABയുടെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ AC ആൻഡ് ABയുടെ ബൈസെക്ടർ, ആ ഒരു ആംഗിൾ, അതായത് A ബൈസെക്ടർ ഓഫ് ആരുടെയാണ്, ബൈസെക്ടർ ഓഫ് CAB അല്ലേ. ഈ ആംഗിൾ CABയുടെ ബൈസെക്ടർ, ആംഗിൾ CAB, അതാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പസിൽ ഇതുപോലെ നമ്മൾ നേരത്തെ ഇതേപോലെ പകുതിയൊക്കെ കുറവ്
ഒരു പോയിൻ്റ് ഇങ്ങോട്ടും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് മാർക്ക് ചെയ്യാം? വേറെ 2 ആർക്കുകൾ മാർക്ക് ചെയ്യാം, ഇങ്ങോട്ടും അതുപോലെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും. അപ്പോൾ ഇവിടെയാണിത് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളത് തമ്മിൽ യോജിപ്പിക്കാം. യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് 30 ഡിഗ്രി ആയി, ഇതും 30 ഡിഗ്രി ആയി അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു 30യുടെ ബൈസെക്ടർ വരച്ചാൽ പോരെ? ഈ 30യുടെ ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ ആരുടെ ബൈസെക്ടർ വരയ്ക്കാൻ പോകുന്നത്? ബൈസെക്ടർ ഓഫ് ഈ പോയിൻറ്റിന്, പുതിയ കിട്ടിയ പോയിൻറ്റിന് ഞാൻ ഡി എന്ന് കൊടുക്കാം, ഇവിടെ ഈ പോയിൻറ്റ്. അപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്ന ബൈസെക്ടർ DABയുടെ ആണ് കേട്ടോ. ബൈസെക്ടർ ഓഫ് DAB. അപ്പോൾ DABയുടെ ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ഈ ആമിനിക്ക് ഒരു മാർക്ക് കൊടുക്കുക, ഈ ആമിനിക്ക് ഒരു മാർക്ക് കൊടുക്കുക. നേരത്തെ വന്ന പോയിന്റിൽ തന്നെ വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല, കൊടുത്തല്ലോ. ഇനി ഈ പുതിയത് കിട്ടിയ പോയിൻറ്റ്സ് തമ്മിൽ ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. ബൈസെക്ടർ സാധാ പോലെ തന്നെ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയാണ് കൂട്ടിമുട്ടിയത്. ഇനി അത് നമ്മുടെ ഈ സെയിം എ എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആയിട്ട് തന്നെ യോജിപ്പിക്കാം. അപ്പോൾ നോക്കിയേ, ഇത് ഈ 30ൻ്റെ നടുക്കിൽ കൂടെ പോയില്ലേ അതാ. അപ്പോൾ ഇത് 15 ഡിഗ്രി ആയി, ഇവിടെ നിന്ന് ഇവിടം വരെയും 15 ഡിഗ്രി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതപ്പോൾ 15 ഡിഗ്രി കിട്ടിയത് നമുക്ക്? ഇത് 15 ഡിഗ്രി ആംഗിൾ ആയിട്ടുണ്ടാവും അല്ലേ? ആദ്യം നമ്മൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ 60, ആ 2 അതായത് CABയുടെ ആ ആംഗിളിൻ്റെ ബൈസെക്ടർ വരച്ചു. അപ്പോൾ നമുക്ക് 30 കിട്ടി. അപ്പോൾ നമുക്ക് DAB എന്ന് കിട്ടി അല്ലേ? ആ DABയുടെ ബൈസെക്ടർ വരച്ചു. അപ്പോൾ നമുക്ക് 30യുടെ പകുതിയായി. അതാണ് നമുക്ക് ആവശ്യമുള്ള ആംഗിൾ, 15 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 15 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 15 ഡിഗ്രി വരച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ചോദിച്ചിരിക്കുന്നത് അതിലെ സെക്കൻഡ് സെറ്റ്, അതിലൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ ലാസ്റ്റ് പ്രോബ്ലമാണ് ഈ എക്സസൈസിലെ. എന്താ? ദ ട്രയാങ്കിൾ വിത്ത് വൺ സൈഡ് ഓഫ് ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ 67.5 ഡിഗ്രി ആൻഡ് 22.5 ഡിഗ്രി അറ്റ് ഇറ്റ്സ് എൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കണം. ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഈ സൈഡിലെ ആംഗിൾ എത്രയായിരിക്കണം? 67.5. ഈ സൈഡിലോ ആ സൈഡിലോ അത് കുഴപ്പമില്ല. അതുപോലെ ഈ സൈഡിൽ എത്രയായിരിക്കണം? ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിലെ ആംഗിൾ എത്രയായിരിക്കണം? 22.5 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഒരു ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ ABC എന്ന് കണക്കാക്കാം നമുക്ക് അല്ലേ? അപ്പോൾ ABCയിലെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആവണം. ആ അറ്റത്ത് വരുന്ന 2 ആംഗിൾസുകൾ ഒന്ന് 67.5 ഡിഗ്രി ആയിരിക്കണം, മറ്റേത് 22.5 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇതും നമുക്ക് എന്ത് വെച്ചാൽ വരയ്ക്കേണ്ടത്? ഓൺലി യു ഹാവ് ടു യൂസ് റൂളർ ആൻഡ് കോമ്പസ്. ഓക്കെ, നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് റൂളറും കോമ്പസും വെച്ച് ഇത് വരച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ ഈ 67.5ഉം 22.5 ഒക്കെ വരച്ചിട്ടുണ്ട്. ആ ഒരു സെയിം പ്രോബ്ലം വരയ്ക്കണം. അതിനുശേഷം പിന്നെ അതിനൊരു ട്രയാങ്കിൾ ഫോമിൽ വരയ്ക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്കൊരു 6 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാം. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 6 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ 6 സ്കെയിൽ എടുക്കുക, ഒരു 6 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 6 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. AB 6 സെൻറ്റിമീറ്റർ. ഇനി എന്താണ്? എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം? 45 അതായത് 22.5 കിട്ടണമെങ്കിൽ 90യുടെ പകുതിയായിട്ടുള്ള 45 വരയ്ക്കണം. 45ൻ്റെ പകുതി എടുത്തിട്ട് വേണം നമുക്ക് ഈ 22.5 വരയ്ക്കാൻ അല്ലേ? അതായത് 90യുടെ പകുതി 45 കിട്ടും. അതിൻ്റെയും ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ 22.5 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു 6 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 6 സെൻറ്റിമീറ്റർ കൂടാതെ നമുക്ക് ഈ ലൈനെ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം ഇങ്ങോട്ട്. ഈ ബ്ലൂ കളറിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടേക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എന്ത് ചെയ്യണം? ഈ 67.5 ഒക്കെ വരയ്ക്കാനുണ്ട് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ ലൈൻ വരച്ചിട്ട് അതിലൊരു 6 സെൻറ്റിമീറ്റർ സെപ്പറേറ്റ് എടുത്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ
വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഈ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതെന്ന്. അപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ ഈ ബ്ലൂ ലൈനാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ബേസ് വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് ആംഗിൾ വരയ്ക്കാൻ വേണ്ടി ഞാൻ വരച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കണേ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു എൻഡിൽ നിന്ന് എത്ര കിട്ടണം? 22½ വരണം അല്ലേ. അപ്പോൾ ഈ എൻഡിൽ നമുക്ക് 22½ വരണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല, ഒരു 90 ഡിഗ്രി, അതായത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ലൈൻ ഇവിടെ വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ 90 ആയിരിക്കും അല്ലേ. ഈ 90യുടെ ബൈസെക്ടർ വരയ്ക്കാം. ഈ 90യുടെ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു ആംഗിൾ 45 കിട്ടില്ലേ. പിന്നെ അതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ 22½ കിട്ടും അല്ലേ. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഈ കോർണറിൽ, അതായത് ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ ഈ കോർണറിലാണ് നമുക്ക് 22½ വരേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു ആ എൻഡിൽ കേട്ടോ. 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. ഇതാ എ തൊട്ട് ബി വരെ, ഇതാണ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ബി എന്ന് പറയുന്ന എൻഡിലാണ്. ഇപ്പോൾ നമ്മൾ ഈ റഫ് ഫിഗർ വരച്ചതിൽ എ ബി സി, ബി എന്ന് പറയുന്ന കോർണറിലാണ് 22½ വരേണ്ടത്. അപ്പോൾ അതാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 90 വരയ്ക്കും, പിന്നെ അതിൻ്റെ ബൈസെക്ടർ വരച്ച് 45 വരയ്ക്കും, 45ൻ്റെയും ബൈസെക്ടർ വരയ്ക്കും. അപ്പോൾ നമുക്ക് ഈ 22½ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കാൻ നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ 90യുടെ ബൈസെക്ടർ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ 2 ആംസിലും ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. പിന്നെ ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മറ്റ് 2 ആർക്കുകൾ വരയ്ക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ആ ജോയിൻ ചെയ്യുമല്ലോ, അത് ജോയിൻ ചെയ്യുന്ന പോയിൻറ്റും ഈ കോർണറും ബി എന്ന് പറയുന്ന കോർണറും തമ്മിൽ യോജിപ്പിക്കാം. ഇപ്പോൾ നമുക്കതെന്തായി? 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിനെ 45 ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഇതും 45 ഡിഗ്രി ആയി, ഇവിടെ തൊട്ട് ഇവിടെയും വരെയും 45 ഡിഗ്രി ആയി. ഇനി നമുക്ക് വേണ്ടത് 22½ അല്ലേ. അപ്പോൾ നമ്മൾ ഈ 45ൻ്റെ ബൈസെക്ടർ വരച്ചാൽ പോരെ. ഇതിൻ്റെ അല്ല നമ്മൾ വരയ്ക്കുക, ഇതിൻ്റെയാണ് വരയ്ക്കുക. കാരണം നമ്മുടെ ട്രയാങ്കിളിൻ്റെ ബേസ് ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേണം എന്ത് വരയ്ക്കാൻ? ഈ 45ൻ്റെ ബൈസെക്ടർ വരയ്ക്കണം. അതായത് നമ്മൾ എവിടേക്ക് ഈ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഇതേ പോയിന്റിൽ തന്നെ നമ്മൾ വയ്ക്കുക കോമ്പസ് ബി എന്ന് പറയുന്ന പോയിന്റിൽ. എന്നിട്ട് ഈ ആംഗിളിൻ്റെയാണ് ബൈസെക്ടർ വരയ്ക്കാൻ പോകുന്നത്. അതായത് എ ബി, പിന്നെ നമുക്ക് ഈ കുത്തിട്ട പോയിന്റിന് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് എം എന്ന് കൊടുക്കാം. അതായത് ഈ എ ബി എം എന്ന് പറയുന്ന ഈ ആംഗിളില്ലേ, അതിൻ്റെ ബൈസെക്ടറാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കോമ്പസിൽ ഇതുപോലെ നമ്മൾ എപ്പോഴും ബൈസെക്ടർ വരയ്ക്കാൻ ഇവിടെ ഒരു ആർക്ക് കൊടുക്കും, ഇവിടെ ഒരു ആർക്ക് കൊടുക്കും അല്ലേ. ഇനി പുതിയത് കിട്ടിയ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 പോയിൻ്റല്ലേ നമുക്ക് കിട്ടിയത്, അവിടെ നിന്ന് നമ്മൾ വരയ്ക്കാറുള്ളത് പോലെ തന്നെ ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. ഈ ഇപ്പുറത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടല്ലോ ഈ ആർക്ക്. ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് കൂട്ടിമുട്ടി. ഇനി അത് എന്ത് ചെയ്യാം? ഈ ബിയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എന്തായി? ഇപ്പോൾ നോക്കി, ഈ 45ൻ്റെ ബൈസെക്ടർ നമ്മൾ വരച്ചു. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിട്ടുണ്ടാവും? ഇത് 22½ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് നമുക്കിവിടെ നമ്മുടെ ട്രയാങ്കിളിന് വേണ്ട ആംഗിൾ. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 22½ ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തത് 90 ഡിഗ്രി വരച്ചു, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പോൾ 45 ആയി. ഇനി ആ 45ൻ്റെ ബൈസെക്ടർ വരച്ചു. അപ്പോൾ നമുക്ക് ഈലൊരു ആംഗിൾ ഇതും 22½ ആയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടത് ഈ 22½ ആണ്, കാരണം ഇതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ബേസ്. അപ്പോൾ ഈ സൈഡിൽ നമുക്കിപ്പോൾ 22½ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? 67½ വരയ്ക്കണം. 67½ വരയ്ക്കാൻ നമുക്ക് എന്താ ഐഡിയ? അത് നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, എ എന്ന് പറയുന്ന പോയിൻ്റ്, അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. അതായത് 90 ഡിഗ്രി വരുന്ന പോലെ. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി വരയ്ക്കുന്നു. അപ്പോൾ ഇതും 90 ആയി, ഇതും 90 ആയി അല്ലേ. അപ്പോൾ ഈ 90 കൂടാതെ നമുക്കറിയാം ഈ 67½ എന്ന് പറയുന്നത് എന്താണ്? 135ൻ്റെ പകുതിയാണ് അല്ലേ. 67½ എന്ന് പറയുന്നത് 135ൻ്റെ പകുതിയല്ലേ. അപ്പോൾ നമുക്ക് 135 എടുത്തിട്ട് അതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ പോരെ. അപ്പോൾ 135 എന്ന് പറഞ്ഞത് നമുക്കറിയാം. 135 കിട്ടാൻ എന്ത് ചെയ്യണം? 90 പ്ലസ് എന്ത് ചെയ്താൽ മതി? 45 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ വരെ നമുക്ക് 90 ഉണ്ട് അല്ലേ. പിന്നെ ഇനി ഒരു 45 കൂടെ കിട്ടിയാൽ പോരെ. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഈ ഒരു ആംഗിൾ 90 കിട്ടി, ഇത് 90 ആണ്. ഇനി ഇപ്പുറത്ത് നമുക്കൊരു 45 കൂടെ കിട്ടിയാൽ നമുക്ക് എന്തായി? 135 ആയി. അപ്പോൾ ഞാനത് വരച്ച് കാണിച്ചു തരാം.
അതായത് ഈ 90 ഇവിടെ ഉണ്ട്, ഇപ്പുറത്തെ 90 ഉണ്ടല്ലോ, അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. ആ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യാം? ഈ 90യുടെയാണ് ബൈസെക്ടർ വരയ്ക്കാൻ പോകുന്നത്. ഈ സൈഡിലത്തെ, ലെഫ്റ്റ് സൈഡിലത്തെ നമ്മുടെ ഈ പോയിന്റിൽ നിന്ന് ഈ ഇതിലേക്കൊരു 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക അല്ലേ? എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്യുക. പിന്നെ ആ 2 പോയിൻറ്റ്സിൽ നിന്ന് വീണ്ടും 2 ആർക്കുകൾ മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ കൂട്ടിമുട്ടും അല്ലേ ഒരു പോയിന്റിൽ. ഇനി അതും ഈ പോയിൻറ്റും നമ്മൾ യോജിപ്പിക്കുക, എയും തമ്മിൽ. ഇതും ഈ എ എന്ന് പറയുന്ന പോയിൻ്റ് യോജിപ്പിച്ചു. ഇപ്പോൾ എന്തായി? ഈ 90യുടെ ബൈസെക്ടർ കിട്ടി. ഇതും 45 ആയി. ഇവിടെ നിന്ന് ഇവിടെയും വരും 45 ഡിഗ്രി ആയി ഇല്ലേ? ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ, അതായത് ഞങ്ങൾക്ക് വേറൊരു റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ തൊട്ട് ഈ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുന്ന ആംഗിൾ മാത്രം നിങ്ങൾ നോക്കുക. ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുന്ന ആംഗിൾ നോക്കൂ. ഈ 45ഉം പിന്നെ ഈ 90 അല്ലേ? ആ 2 ആംഗിളല്ലേ അതിൽ വരുന്നത്. അപ്പോൾ ഈ 45 ഡിഗ്രി അതുപോലെ ഈ 90 ഡിഗ്രിയും വരുന്ന ഈ ആംഗിളാണ് നമ്മുടെ 135 ഡിഗ്രി എന്ന് പറയുന്നത്. അതിൻ്റെ ബൈസെക്ടർ വരച്ചെടുത്താൽ നമുക്ക് എത്ര കിട്ടും? ഈ 135 എന്ന് പറയുന്ന ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 135 നമുക്ക് ആവശ്യമില്ല, നമുക്കതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ 67.5 കിട്ടും. അപ്പോൾ 135നെ ബൈസെക്ടർ വരയ്ക്കാം. 135ൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ എൻഡ് കിടക്കുന്ന ഭാഗം ഒന്ന് ഈ ആമിലാണ്, ഒന്ന് ഈ ആമിലാണ്. അപ്പോൾ അവിടെ ആ 2 ആംസിലായിരിക്കും നമ്മൾ നമ്മുടെ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ബൈസെക്ടർ വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഈ ലൈൻമേക്ക് വരയ്ക്കുക. ഇവിടെ അല്ലേ ഒരു ഇത് കിടക്കുന്നത്, അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇവിടെ ഈ ലൈൻമ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇനി അടുത്ത എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഇതുമ്മ അല്ലേ? ഇതുമ്മ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് ഏതാണ്? നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെയും കുറേ പോയിൻറ്റ്സുകൾ വരുന്ന കാരണം തെറ്റാൻ പാടില്ല. ഇവിടെയാണ് നമ്മുടെ പുതിയ പോയിൻറ്റ്സ് വന്നത്. ഓക്കെ, ഞാൻ അവിടെ ഒരു സ്റ്റാർ ഇട്ട് വയ്ക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഇവിടെ നമ്മുടെ പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വീണ്ടും 2 ആർക്ക് വരയ്ക്കണം അല്ലേ? അപ്പോൾ ആ പോയിന്റിൽ കുത്തുക. ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തോളൂ, കാരണം ഇവിടെ കുറേ ആർക്കുകൾ വരുന്ന കാരണം അത് കൺഫ്യൂഷൻ ആവാതിരിക്കാനായിട്ട്. അപ്പോൾ ഈ ലെങ്ത്ത് നിങ്ങൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം, പക്ഷേ അതേ ലെങ്ത്ത് തന്നെ ഈ 2 പോയിന്റിൽ നിന്ന് വരയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അല്ലാതെ ഈ ലെങ്ത്ത് പിന്നെ ഇവിടെ നിന്ന് വരയ്ക്കുന്ന ലെങ്ത്ത് അങ്ങോട്ട് വരയ്ക്കുന്ന ആർക്കിന് മാറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ കുറച്ച് വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ കുത്തുക. ഇതല്ലേ നമ്മുടെ പുതിയ പോയിൻറ്റ്സ്. അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരാർക്ക് കൊടുക്കുക. ഇതല്ലേ അടുത്ത നമ്മുടെ പോയിൻ്റ്, അവിടെ നിന്നും ഒരാർക്ക് കൊടുക്കുക. അപ്പോൾ നോക്കൂ, ഇവിടെയല്ലേ കൂട്ടിമുട്ടിയത്. ഇനി ഇതും നമ്മുടെ ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് യോജിപ്പിക്കാം. എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് യോജിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ഈ ആംഗിൾ, അതായത് ഇതിൻ്റെ ബൈസെക്ടറായിട്ട് വന്ന ഈ ആംഗിൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് 67.5, ഇവിടെ നിന്ന് ഇവിടം വരെയും 67.5. അതായത് ഈ ഒരു ആംഗിൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? 67.5 ഡിഗ്രി ആയിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു കഷ്ണം, നിങ്ങൾക്ക് ഇതിൽ കുറേ ആംഗിൾസ് വരുന്ന കാരണം കാണുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതായത് ഇത് കണ്ടോ നിങ്ങൾ? ഇവിടം തൊട്ട് ഇപ്പം നമുക്ക് കിട്ടിയ ബൈസെക്ടർ ഇതല്ലേ, ഇവിടം വരെ ഇത് 67.5 ആയിട്ടുണ്ടാവും. അതുപോലെ ഇവിടം തൊട്ട് ഇവിടം വരെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടില്ലേ, ഈ ആംഗിൾ എത്ര കിട്ടിയിട്ടുണ്ടാവും? 67.5. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആംഗിൾ. അതായത് 90യുടെ ഈ ഒരു ഭാഗം പോയിട്ട് ബാക്കി ഇവിടം വരെ. അതായത് ഈ ബൈസെക്ടർ മാത്രം നിങ്ങൾ മനസ്സിൽ കാണുകയാണെങ്കിൽ ഈ ഒരു ലൈൻ ഇത് 135 ഡിഗ്രി അല്ലേ? ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടം വരെയാണ് 135, ഇതാണ് 135. അതിൻ്റെ ബൈസെക്ടറാണ് ഇത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയും ഇവിടെ നിന്ന് ഇവിടം വരെയും. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിട്ടുണ്ടാവും? ഇത് 67.5 ആയിട്ടുണ്ടാവും, ഇതും 67.5 ആയിട്ടുണ്ടാവും. നമുക്ക് ഇവിടുത്തെ വേണ്ടത്, കാരണം നമ്മുടെ ട്രയാങ്കിൾ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് കിട്ടി. ഈ പോയിന്റുകൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും. എ ബി, ഈ ഒരു പോയിന്റിന് ഞാൻ സി എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. മനസ്സിലായോ? ഷെയ്ഡ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഈ ട്രയാങ്കിൾ കണ്ടോ നിങ്ങളിവിടെ? ഇതാണ് നമ്മുടെ അവർ ചോദിച്ച ട്രയാങ്കിൾ. നിങ്ങൾ നോക്കിക്കേ, അതിൻ്റെ ബേസ് 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ 22.5 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ 67.5 ആണ്.
ഈ 135 ഇവിടെ ഉള്ളതല്ല കേട്ടോ, ഈ വലിയ ആംഗിളാണ്. അത് നമ്മൾ വരച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് എന്ത് വരുന്നത്? ശരിക്കും ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ ഏതൊക്കെയാണ് വരിക? ശരിക്കും ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ ഇതാണ് ഒന്ന്, ഇതൊരു സൈഡ്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു സൈഡ്, പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരെ സൈഡ്, അതായത് ABC. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫിഗർ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ല, ഇങ്ങനെ കുറേ ആർക്കുകൾ വരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ വരയ്ക്കാൻ മനസ്സിലായ ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ഇത് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കുന്നത് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ഒരു സൈഡിൻ്റെ ലെങ്ത്തും പിന്നെ 22.5 67.5 ഡിഗ്രി വീതമുള്ള ആംഗിൾസ്, ബേസിൽ വരുന്ന ആംഗിൾസ്, അതായത് എൻഡ്സിൽ വരുന്ന ആംഗിൾസ് 67.5ഉം 22.5ഉം ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു വലിയ ലൈൻ വരച്ചു. എന്നിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്തു? 6 ഡിഗ്രി, അതായത് 6 ഡിഗ്രി മാർക്ക് ചെയ്ത് വെക്കുക. 6 ഡിഗ്രിയാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ബേസ് ലൈൻ. നേരത്തെ വരച്ച ഈ ഒരു ഫിഗർ വരച്ചില്ലേ, അതുപോലെ തന്നെയാണ്, ഒന്നും കൂടെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവാനാണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഏത്? AB ആണ് നമ്മുടെ 6 സെൻറ്റിമീറ്റർ. അവിടെ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ നിങ്ങൾ വരച്ച് വയ്ക്കാം. ഇനി ഇവിടെ ഇത് 90 അല്ലേ? ഈ 90യുടെ പകുതി എടുത്താൽ ഈ 6ൻ്റെ ഈ അറ്റത്ത് നമുക്ക് 22.5 കിട്ടുമല്ലോ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പകുതിയുടെ പകുതി. ഓക്കെ, പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ ഞാൻ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ സൈഡ് അല്ലേ, ഇവിടെയും മാർക്ക് ചെയ്തു. ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക, ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും ഒരാൾക്ക് ഇങ്ങോട്ടും മാർക്ക് ചെയ്തു. ഇനി അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അല്ലേ? ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബൈസെക്ടറായി അല്ലേ? 90യുടെ ബൈസെക്ടറായി. അപ്പോൾ ഇത് 45 ആയല്ലോ, ഇതും 45 ആയിട്ടുണ്ടാവും. ഇനി ഈ 45ൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. ഈ 45ൻ്റെ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 45, ഇതാണ് 45 അല്ലേ? ഇത് 45 ആയി, ഇതും 45 ആയി. അത് ഞാനിവിടെ എഴുതണില്ല, എല്ലാം എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ്. ഇനി ഈ 45ൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. ഇവിടേക്കൊരു കട്ടിങ് കൊടുക്കുക, ഇവിടേക്കൊരു കട്ടിങ് കൊടുക്കുക. ഇനി ആ പോയിൻറ്റ്സിൽ നിന്ന് നമ്മൾ സാധാ പോലെ ബൈസെക്ടർ വരയ്ക്കുക. ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുക്കുക, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുക്കുക. കൂട്ടിമുട്ടിയില്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഈ ഒരു പോയിൻറ്റിൽ കൂട്ടിമുട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻറ്റ്. ഇനി അവിടേക്ക് അത് യോജിപ്പിക്കാം. ബിയിലേക്ക് ഈ പോയിൻറ്റും ബിയും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ആംഗിൾ 22.5 ഡിഗ്രി കിട്ടി. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗം ഓക്കെ അല്ലേ? ഈ ഒരു ഭാഗം ഓക്കെ. ഇതാണ് നമ്മുടെ 22.5 വരുന്നത്, ഈ ഭാഗം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ 22.5 ഡിഗ്രി നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? 67.5 ആണ് ഈ ഭാഗത്ത് വരയ്ക്കേണ്ടത് അല്ലേ? 67.5 ആണ് വരേണ്ടത്. അപ്പോൾ 67.5 ആണ് ട്രയാങ്കിളിൻ്റെ, ഇതാണല്ലോ ട്രയാങ്കിളിൻ്റെ ബേസ്, എയും ബിയും. അപ്പോൾ എയുടെ ആംഗിൾ എന്തായിരിക്കണം? എയിൽ വരുന്ന ആംഗിൾ 67.5 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം 67.5 എന്ന് പറയുന്നത് 135ൻ്റെ ബൈസെക്ടർ ആണെന്ന് അല്ലേ? അപ്പോൾ ഇവിടെ 135 കിട്ടാനായിട്ട് ഇവിടെ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ 90 ഉണ്ട് അല്ലേ? ഇവിടെ ഇത് 90 ആണ്. ഇനി ഇങ്ങോട്ടൊരു 45ഉം കൂടെ കിട്ടിയ 135 ആവില്ലേ? കാരണം 90 + 45 നമുക്കറിയാം 135 ആണ്, നമ്മൾ മുമ്പ് വരച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. ഈ 90യുടെ ബൈസെക്ടർ വരയ്ക്കാൻ ഇങ്ങോട്ടൊരു ആർക്ക് മാർക്ക് ചെയ്തു, ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ടും, അതുപോലെ ഈ പുതിയ കിട്ടിയ പോയിന്റ് ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം. ബൈസെക്ടർ വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബൈസെക്ടറാണ് ഇവിടെ വരച്ചത്. ഈ 90യുടെ ബൈസെക്ടർ വരച്ചു, അത് ജോയിൻ ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഇവിടം മുതൽ ഇവിടം വരെ 135 ആണ് ആംഗിൾ. ഇത് 135 ആണ്. നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ ഈ എ എന്ന് പറയുന്ന ഭാഗത്ത് 135 വേണ്ട, അതിൻ്റെ പകുതി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ലൈൻ കണ്ടോ? ഇത് കണ്ടോ? ഈ ലൈനിൻ്റെ ബൈസെക്ടറാണ് ഇനി വരയ്ക്കേണ്ടത്. ഈ ആംഗിളിൻ്റെ ഇതാണ് 135 കണ്ടോ? ഇതാണ് 135, അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കണം.
അപ്പോൾ അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഈ ഓറഞ്ചിൽ വരച്ചിരിക്കുന്ന ലൈൻസാണ് നമ്മൾ എടുക്കേണ്ടത്. അതുമെയാണ് നമ്മുടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് ബൈസെക്ടർ വരയ്ക്കേണ്ടത്. ഇവിടെയും മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്ന് ആ പുതിയത് കിട്ടിയ പോയിൻ്റ് നമ്മൾ വീണ്ടും നിങ്ങൾക്ക് ഇത് കുറച്ച് വലുതാക്കി എടുക്കാം കേട്ടോ. ഈ കോമ്പസ് ഈ 2 പോയിൻ്റ് ഒരേ അകലത്തിൽ വരണം, ഡിസ്റ്റൻസിൽ വരണം. അവിടെ നിന്ന് പിന്നെ മുകളിലേക്ക് വരയ്ക്കുന്ന ആർക്കുകളുണ്ടല്ലോ 2 എണ്ണം, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഈ ലെങ്ത്ത് കൂട്ടിയെടുക്കാം. കാരണം ഇവിടെ കുറേ ആർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടൊരു ആർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പോയിൻറ്റിൽ നമ്മൾ ഈ ആംഗിളിൻ്റെ ബൈസെക്ടറാണ് വരയ്ക്കുന്നത്, ഇങ്ങോട്ടും വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇവിടം തൊട്ട് എവിടം വരെയാണ്? ഞാനത് ഓറഞ്ച് ലൈൻ കൊണ്ട് കാണിക്കാം. ഇവിടം തൊട്ട് ഇവിടം വരെ വരച്ചു. ഇതാണ് എന്ത്? 135ൻ്റെ ബൈസെക്ടർ. അപ്പോൾ ഇപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആംഗിൾ എത്ര കിട്ടിയിട്ടുണ്ടാവും? അതായത് നിങ്ങൾക്ക് ഈ ആംഗിൾ, ഇത് ഈ ഗ്രീൻ കൊടുത്തത്, അതായത് 135ൻ്റെ പകുതി ആയിട്ടുണ്ടാവും. അതായത് 67.5 ആയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിൾ 67.5 കിട്ടി, ഇത് 22.5 കിട്ടി. അപ്പോൾ ഏതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ വരിക? ഇത്, അതുപോലെ ഇതൊരു സൈഡ് അല്ലേ, കംപ്ലീറ്റ് ഒരു സൈഡ്. ഇനി ഞാനത് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ട്രയാങ്കിൾ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ ഇത് 67.5 ഡിഗ്രി, അതായത് ഇത് ആംഗിൾ 67.5, ഇത് 22.5. മനസ്സിലായല്ലോ വരയ്ക്കാൻ? ഇതേ പിക്ചർ തന്നെയാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വരച്ചെന്നേ ഉള്ളൂ, ഒന്നും കൂടെ മനസ്സിലാവാൻ. ഇത്രയധികം ഞാനതിൽ ഓരോ ആംഗിളുകൾ ഇവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് കുറേ ആംഗിളുകൾ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സൈഡിൽ 90യുടെ ബൈസെക്ടർ വരയ്ക്കുന്നു, അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുന്നു. അപ്പോൾ 22.5 ആയി. ഇനി ഈ സൈഡിൽ നമുക്ക് ഓൾറെഡി 90 ഉണ്ട്. ഇപ്പുറത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതെന്തിനാ വെച്ചാൽ ഇവിടെ ഒരു 90 കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ 90യുടെ ബൈസെക്ടർ വരച്ച് 45 എടുക്കുന്നു. അതെന്തിനാ? ഈ 90യുടെ കൂടെ ഒരു 45 കൂടെ വരുമ്പോഴാണ് 135 കിട്ടുക. അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഒരു ആംഗിൾ, ഈ ഒരു ഭാഗം 67.5 ആയിട്ടുണ്ടാവും, ഇതും 67.5 ആയിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ വേണ്ടത് അല്ലേ, ഇതല്ലേ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ബേസ്. അപ്പോൾ ഈ 67.5 എടുക്കുക, ഇവിടുത്തെ 22.5 എടുക്കുക. അത് തമ്മിൽ മാത്രം നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ. അതായത് ഒരു 6 സെൻറ്റിമീറ്റർ ബേസും ഓരോ ആംഗിളും, ഈ ആംഗിൾ 22.5 ഈ ആംഗിൾ 67.5 വരുന്ന ട്രയാങ്കിൾസ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവർ ഒന്ന് റിവേഴ്സ് പോയിട്ട് ഓരോ സ്റ്റെപ്പും ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിലെ പ്രോബ്ലംസൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക. ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് വരച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും പോവാതെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ.